പ്രിയമുള്ളവരെ, നാം ഇന്നോർക്കുന്നത് ഫാത്തിമ മാതാവിനെ കുറിച്ചാണ്. കത്തോലിക്ക സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മരിയൻ ദർശനങ്ങളിൽ ഒന്നാണ് ഫാത്തിമയിലേത്. 1917 പോർച്ചുഗലിലെ ഫാത്തിമ എന്ന ഗ്രാമത്തിൽ 3 ഇടയ കുട്ടികൾക്ക് പരിശുദ്ധ കന്യകാമറിയം പ്രത്യക്ഷപ്പെട്ടത് ലോക ചരിത്രത്തിൽ തന്നെ വലിയ സ്വാധീനം ചെലുത്തി. ലോകസമാധാനം, പാപികളുടെ മാനസാന്തരം, ജപമാല പ്രാർത്ഥന എന്നിവയിലൂന്നിയ അമ്മയുടെ സന്ദേശങ്ങൾ ഇന്നും പ്രസക്തമായി തുടരുന്നു. ഒന്നാം ലോകമഹായുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരുന്ന 1917 ഫാത്തിമയിലെ ദർശനങ്ങൾ ആരംഭിക്കുന്നത്. ലോകം അശാന്തിയിലൂടെ കടന്നു പോകുമ്പോഴാണ് സ്വർഗീയ സമാധാനത്തിൻ്റെ സന്ദേശവുമായി അമ്മ എത്തിയത്. ലൂസിയ ഡോസ് സാന്റോസ്, അവളുടെ ബന്ധുക്കളായ ഫ്രാൻസിസ്കോ മാർട്ടോ, ജസീന്ത മാർട്ടോ എന്നീ 3 കുട്ടികൾക്കാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. തികച്ചും സാധാരണക്കാരായ ഈ കുട്ടികളെയാണ് വലിയൊരു ദൗത്യത്തിനായി ദൈവം തിരഞ്ഞെടുത്തത്. മെയ് 13 കോവാഡ ഇറിയ എന്ന സ്ഥലത്ത് ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്ക് പ്രകാശപൂരിതമായ ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടു. ഞാൻ സ്വർഗത്തിൽ നിന്നാണ് വരുന്നത് എന്ന് പരിചയപ്പെടുത്തിയ അമ്മ അടുത്ത 6 മാസങ്ങളിൽ ഓരോ 13-ാം തീയതിയും അവിടെ വരാൻ കുട്ടികളോട് ആവശ്യപ്പെട്ടു. ഓരോ തവണ പ്രത്യക്ഷപ്പെടുമ്പോഴും ലോകസമാധാനത്തിനായി എല്ലാ ദിവസവും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവിൻ എന്ന് അമ്മ പ്രത്യേകം ഓർമ്മിപ്പിച്ചു. ജപമാല ഒരു ആത്മീയ ആയുധമാണെന്ന് അമ്മ ലോകത്തെ പഠിപ്പിച്ചു. ജൂലൈ മാസത്തിലെ ദർശനത്തിൽ അമ്മ കുട്ടികൾക്ക് നരകത്തിൻ്റെ ഭയാനകമായ ദൃശ്യം കാണിച്ചു കൊടുത്തു. പാപികൾ നരകത്തിൽ വീഴാതിരിക്കാൻ പ്രാർത്ഥിക്കാനും ത്യാഗങ്ങൾ അനുഷ്ഠിക്കാനും അമ്മ ആവശ്യപ്പെട്ടു. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ എന്ന പ്രാർത്ഥന ജപമാലയിൽ ചേർക്കാൻ പഠിപ്പിച്ചത് അന്നാണ്. അമ്മ കുട്ടികൾക്ക് 3 രഹസ്യങ്ങൾ നൽകി. ആദ്യത്തെ 2 രഹസ്യങ്ങൾ നരകദർശനത്തെയും ലോകമഹായുദ്ധങ്ങളെയും കുറിച്ചായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം വെളിപ്പെടുത്തിയ 3-ാം രഹസ്യം സഭയ്ക്കും മാർപ്പാപ്പയ്ക്കും നേരെയുള്ള ആക്രമണങ്ങളെക്കുറിച്ചുള്ള സൂചനയായിരുന്നു. ദർശനങ്ങൾ സത്യമാണെന്ന് തെളിയിക്കാൻ അമ്മ ഒരു അടയാളം വാഗ്ദാനം ചെയ്തിരുന്നു. 1917 ഒക്ടോബർ 13 കനത്ത മഴയ്ക്കിടയിൽ അവിടെ കൂടിയിരുന്ന 70,000-ഓളം ആളുകൾ സൂര്യൻ ആകാശത്ത് ഭ്രമണം ചെയ്യുന്നതും നിറങ്ങൾ മാറുന്നതും അത്ഭുതത്തോടെ കണ്ടു. സൂര്യൻ്റെ നൃത്തം എന്നറിയപ്പെടുന്ന ഈ അത്ഭുതം ശാസ്ത്രലോകത്തെ പോലും ഞെട്ടിച്ചു. ദർശനങ്ങൾക്ക് ശേഷം ഫ്രാൻസിസ്കോയും ജസീന്തയും ചെറിയ പ്രായത്തിൽ തന്നെ മരണപ്പെട്ടു. അവരുടെ വിശുദ്ധമായ ജീവിതവും സഹനങ്ങളും പരിഗണിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ 2017 അവരെ വിശുദ്ധരായി പ്രഖ്യാപിച്ചു. ലൂസിയ സന്യാസിനിയായി ദീർഘകാലം ജീവിക്കുകയും 2005 അന്തരിക്കുകയും ചെയ്തു. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഫാത്തിമ. ദശലക്ഷക്കണക്കിന് ആളുകൾ ഓരോ വർഷവും അവിടെ എത്തി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് ലോകത്തെ പ്രതിഷ്ഠിക്കുന്നത് ഇന്നും തുടരുന്നു. പരിശുദ്ധ ഫാത്തിമ മാതാവ് നമുക്ക് നൽകിയത് പ്രത്യാശയുടെ സന്ദേശമാണ്. ലോകം എത്രത്തോളം തിന്മയിലേക്ക് പോയാലും പ്രാർത്ഥനയിലൂടെയും മാനസാന്തരത്തിലൂടെയും ദൈവത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന് ഫാത്തിമ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവസാനം എൻ്റെ വിമല ഹൃദയം വിജയിക്കും എന്ന അമ്മയുടെ വാക്കുകൾ നമുക്ക് എന്നും ധൈര്യം നൽകുന്നു.